ഗാനങ്ങൾ എഴുതാറുണ്ട്. അതുപോലെ ഈ സിനിമയിലും അതിൻ്റെ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ മുഹബത്ത് സിനിമ മുതലുള്ള സിനിമകളിലൊക്കെ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നിൽ പോലും എഴുതാതെ നിന്നിട്ടില്ല, എല്ലാ പടത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതിൽ ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അടുത്ത കാലത്ത് സമയത്തെ സിനിമകളിൽ അതുപോലെ ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ടാക്കി നമ്മൾ സാധനം ഇതുവരെ ചെയ്തതിൽ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ പാട്ടും നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പം സിനിമ നമ്മൾ കണ്ടിരിക്കേണ്ട ഇനി അടുത്തതായിട്ട് മറ്റൊരു റൊമാൻറ്റിക് സോങ് കൂടിയുണ്ട് ചിത്രയിൽ. ഞാനും നീയും എന്ന് പറയുന്ന ഒരു വീഡിയോ സോങ് ആണ് നമ്മളിനി അടുത്തതായിട്ട് ഇവിടെ നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. അതിൻ്റെയും ലിറിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിജയൻ സാറ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച് ഈ ഒരു സോങ്ങിലും നമ്മൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഓഫ്കോഴ്സ് രഞ്ജിൻ രാജ് തന്നെയാണ് ഇതിൻ്റെയും മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അപ്പോൾ ആ ഒരു സോങ് കാണാം. ആ ഒരു സോങ് നമ്മളുടെ മുൻപിൽ പ്രകാശനം ചെയ്യാനായിട്ട് നമ്മളുടെ ഈ സോങ്ങിൽ നമ്മുടെ ഈ ഒരു സിനിമയിലെ 4 സോങ്സും ഇദ്ദേഹം തന്നെയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? വിജയ് സാറിനോട് സെക്കൻഡ് മൂവി. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇവിടെ നിൽക്കാൻ സാധിക്കുന്നതിൽ. സാറിൻ്റെ കൂടെ സെക്കൻഡ് മൂവിയാണ്. വളരെ ഭഗവതിയും ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് സാറുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണം, ഉറപ്പായിട്ടും. കാരണം ഏറ്റവും ഒരു ഉത്തരവാദിത്വം കൂടിയൊരു ജോലി തന്നെയാണ് സാർക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം സാറിന് മ്യൂസിക്കിനെ പറ്റി അറിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ഗാനങ്ങൾ കാലകാലങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിനെ മനോഹരമാക്കിയത്. അതിൽ വലിയൊരു പാർട്ടാണ് അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് നമ്പേഴ്സ് മാത്രമല്ല, എല്ലാ തരം ഇമോഷൻസിലൂടെയും നമ്മളെ ട്രാവൽ ചെയ്യിപ്പിച്ചൊരു വ്യക്തിയാണ് വിജയൻ സാർ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനങ്ങളിലൂടെ. എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ ക്ലാസിക്സ് ആയിട്ട് നിലനിൽക്കുന്ന പാട്ടുകളാണ് കൂടുതൽ. കാരണം കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു സിനിമ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സിനിമയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. കാരണം ഏകദേശം 1 മാസത്തിന് 40 ദിവസത്തിനടുത്ത് സ്കോറിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അത്രയും എഫേർട്ട് വേണ്ടി വന്നു. കാരണം വിഷ്വലാണെങ്കിലും രതീഷ് അദ്ദേഹത്തിൻ്റെ കൂടെ 2ാമത്തെ പടമാണ് ഞാൻ ചെയ്യുന്നത് 10ാം പടത്തിന് ശേഷം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെയും ഒക്കെ ഒരു വലിയൊരു 3ാമത്തെ പടം കള്ളനും ഭഗവതി 10ാം പടം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ വെച്ചാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെയും നല്ലൊരു കഴിവ് ഈ സിനിമയിൽ കാണുന്നത്. സിനിമാറ്റോഗ്രാഫിയുടെ എല്ലാവരുടെയും എല്ലാ ടെക്നീഷ്യൻസും നന്നായിട്ട് വർക്ക് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിൽ പാടിയിട്ടുള്ളത് ഇപ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആരുണി എന്ന് പറഞ്ഞ പാട്ട് പാടിയത് ഹരിശങ്കർ ആയിരുന്നു. പിന്നെ ഷൈല നമ്പൂരി എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ടുള്ള അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ഇത് ഏറ്റവും മികച്ച ഗാനങ്ങൾ. കാരണം അത് കംപ്ലീറ്റ്ലി സാൻസ്ക്രിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് നല്ലൊരു മലയാള ആ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. ആരും ഇത് ഫോണിൽ റെക്കോർഡ് ചെയ്യരുത്. ഫോണിൽ അപ്പോൾ ആരും റെക്കോർഡ് ചെയ്യാതിരിക്കുക. B for Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.